മസാല ബോണ്ടിൽ ന്യായീകരിച്ച് തടി തപ്പാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ തോമസ് ഐസക്. ഇ ഡി ഇന്നലെ പുറത്തുവിട്ടത് രഹസ്യരേഖയൊന്നും അല്ലെന്നാണ് ഇപ്പോൾ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം. അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്, നിയമസഭയിൽ ഹാജരാക്കിയതാണ്. അതിൽ നിന്ന് എന്ത് നിയമലംഘനമാണ് തെളിയുന്നത്? പറയാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ കൈരേഖ കാണിച്ച് രേഖയുണ്ടെന്ന് പറയുന്ന തമാശ കഥകളിൽ ഒന്ന് മാത്രമാണിതെന്നും ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഒരു വർഷം അന്വേഷിച്ചിട്ട് എന്ത് നിയമലംഘനമാണ് ഇ ഡി കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കണം. ഭയപ്പെടുത്താനുള്ള നടപടി വിലപ്പോകില്ല. നിയമലംഘനമുണ്ടെങ്കിൽ നിശ്ചയമായും സഹകരിക്കും. ഇഡിക്ക് മുൻപിൽ ഹാജരാവില്ലെന്നും പകരം കോടതിയിൽ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മസാല ബോണ്ട് നിയമപരമാണ്. ഇത് സർക്കാർ വായ്പ എടുക്കുന്ന പലിശയായി കണക്കാക്കാനാവില്ല. SLR ബോണ്ട് 7 മുതൽ 8% കിട്ടും. എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാനായി ടെൻഡർ വിളിച്ചപ്പോൾ 10.15 ആയിരുന്നു കിട്ടിയത്. അതിനേക്കാൾ താഴെയാണ് മസാല ബോണ്ട്. ഡോളറിൽ വായ്പ എടുക്കേണ്ടി വരുമ്പോൾ എത്ര പലിശ കൊടുക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ പരിശോധിച്ചത്. 1 ഡസൻ കമ്പനികളുടെ കണക്ക് അവിടെ പരിശോധിച്ചിട്ടുണ്ട്. എടുക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ റുപ്പി ഡീനോമിനേറ്റഡ് ബോണ്ട്. അത് വിജയകരമായി എടുത്തു എന്ന് മാത്രമല്ല, ആ വർഷത്തെ ജനറൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും നല്ല ഇഷ്യൂവായി അവർ അവാർഡും തന്നു. അത് കിഫ്ബിക്ക് നൽകിയിട്ടുള്ള വിശ്വാസ്യത ചെറുതല്ല. ഇന്നിപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടുകയില്ല. അവസരം നോക്കി ഉപയോഗപ്പെടുത്തുന്നതാണ്, അല്ലാതെ പലിശ നോക്കി ചെയ്യുന്നതല്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അന്വേഷണം നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്ത് നിയമലംഘനമാണ് ഇ ഡി കണ്ടെത്തിയതെന്ന് വ്യക്തമാക്കണം. ഇ ഡിയുടെ നടപടി കോടതിയുടെ അന്തസത്തയ്ക്ക് എതിരാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. മസാല ബോണ്ടിൽ കൂട്ടുത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയ തോമസ് ഐസക്കിനെ ഇ ഡി അങ്ങനെ വെറുതെ വിടുന്ന മട്ടില്ല. മസാല ബോണ്ടിലേക്ക് കിഫ്ബി എത്തിയതിന് പിന്നിലെ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന യോഗങ്ങളുടെ മിനിറ്റ്സ് ആയിരുന്നു ഇ ഡി പുറത്തുവിട്ടത്. ആ നിർണായക യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് മുഖ്യമന്ത്രി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഐസക്കിന്റെ പിന്നാലെ തന്നെ കൂടാനാണ് ഇ ഡിയുടെ തീരുമാനം. മസാല ബോണ്ട് ഇറക്കാൻ കൈക്കൊണ്ട തീരുമാനത്തിൽ നിർണായകമായത് ഐസക്കിന്റെ നിലപാടുകളായിരുന്നു എന്നത് തന്നെയാണ് ഐസക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇ ഡിയുടെ നീക്കത്തിന് കാരണം.